വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ ഭക്തജന തിരക്ക് വൈകുന്നേരം വരെയും തുടർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ സന്നിധാനം വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ശബരിമല സന്നിധാനത്തേക്ക്. പുതിയ മേൽശാന്തിയായി ചുമതലയേറ്റ ഇ ഡി പ്രസാദ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. പതിനെട്ടാം പടിയും നടപ്പന്തലും കടന്ന മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര. വെർച്വൽ ക്യൂ വഴിയുള്ള 70,000 തീർത്ഥാടകർ ഉൾപ്പെടെ 1,00,000-ഓളം തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ കാനനപാത തുറന്നതോടെ സത്രം വഴിയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പരിഗണനയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യം, സുരക്ഷിതത്വം, ശുചിത്വം, പിന്നെ സുതാര്യത ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സുതാര്യതയുണ്ടോ, സുരക്ഷിതത്വമുണ്ടോ, ശുചിത്വമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്, അത് കുറ്റമറ്റതാണോ, ആ ക്രമീകരണങ്ങളിൽ വല്ല വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയായിരിക്കും ഭക്തരെ കയറ്റിവിടുക. 24 സന്നിധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.